ഹലോ ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് തിരക്ക് പിടിച്ച ദിവസത്തെ വിശേഷങ്ങളാണ്. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, പിന്നെ ഇന്നുമോൾക്ക് കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. സാധാരണ ഇന്നുമോൾക്ക് ഉച്ചവരെ ക്ലാസ്സുള്ളൂ, അപ്പോൾ അവൾക്ക് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൾക്ക് ഇങ്ങനെ 5th സെമസ്റ്റർ എക്സാം വരുന്ന കാരണം കൊണ്ട് വൈകുന്നേരം വരെ അവൾക്ക് ക്ലാസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഫുഡ് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഇച്ചിരി നെയ്ച്ചോറ്, തേങ്ങാ ചമ്മന്തി, മുട്ട പൊരിച്ചത് ഉണ്ടാക്കണം. നെയ്ച്ചോറല്ല, ഇവിടെ വെളിച്ചെണ്ണ ചോറ് ഉണ്ടാക്കാറ് കേട്ടോ. നമ്മൾ നെയ്ച്ചോറ് നെയ്യ് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചയാകുമ്പോൾ ആ ചോറ് ഇങ്ങനെ വിറുങ്ങലിച്ചിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വെളിച്ചെണ്ണ ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നുമോൾക്കാണെങ്കിൽ തേങ്ങ ചമ്മന്തി നല്ല വറുത്തിട്ട് മുളക് പൊടി വറുത്തിട്ട് ഈ വേപ്പിലൊക്കെ ഇട്ടാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ ആ ഇഷ്ടം കൊണ്ട് അവൾ പുട്ടിക്ക് പോലും ചമ്മന്തി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ സ്ഥിരം ഈ ലഞ്ച് ബോക്സ് റെസിപ്പി ഒരു നെയ്ച്ചോറ്, മുട്ട പൊരിച്ചത്, തേങ്ങ ചമ്മന്തി ഇതായിരിക്കും കേട്ടോ. ഇവർക്ക് രണ്ടുപേർക്കും ഉപ്പേരിയൊന്നും അങ്ങനെ വലിയ ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോൾ ഈ ലഞ്ച് ടൈമിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ചില കുട്ടികളുടെ ലഞ്ച് ബോക്സ് കാണാറുണ്ട്. അതിൽ ഉപ്പേരിയും പിന്നെ മോരും അങ്ങനെ പലതും ഉണ്ടാവും. ഈ കുട്ടികളിതൊക്കെ കഴിക്കുമെന്ന് ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഇങ്ങനെ കുറച്ച് നല്ല നല്ല ലഞ്ച് ബോക്സ് റെസിപ്പീസൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നടക്കുമോ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ലഞ്ച് ബോക്സൊക്കെ റെഡി ആയിട്ട് നമ്മൾ ഇന്നുമോൾക്ക് കൊടുത്തു കേട്ടോ. ഓ എന്താ സുഖം, അങ്ങനെ ഇരുന്നാൽ പോരെ. ഇപ്പോൾ കുട്ടികളാവണതിൻ്റെ ഒരു ബെനിഫിറ്റുകൾ. അപ്പോൾ നമ്മൾ വർക്ക് മാക്സിയൊക്കെ ഞാൻ വർക്ക് മാക്സി ഒന്ന് മാറ്റിയിട്ടോ. പുതിയ വർക്ക് മാക്സിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇന്ന് തലയിലൊക്കെ ഒന്ന് എണ്ണ തേക്കാൻ പോവുകയാണ്. ഞാനിന്ന് ഇവിടെ തലയിൽ തേക്കുന്നത് നേച്ചർ ഷോറിൻ്റെ ജോങ് ടെയിലാണ് കേട്ടോ. ഇത് ശരിക്കും അട്ടയുടെ എണ്ണയാണ് കേട്ടോ. നിങ്ങൾ ഈ ലീച്ച് തെറാപ്പി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇത് പണ്ട് കാലത്ത് നമ്മൾ ഈ അട്ടനെ കൊണ്ട് കടിപ്പിച്ച് അശുദ്ധ രക്തം വലിച്ചെടുക്കുന്ന ഒരു ചികിത്സാ രീതി ഉണ്ടായിരുന്നു. അത് ഇപ്പോഴൊക്കെ ചെയ്യാൻ നമുക്കൊക്കെ ബുദ്ധിമുട്ടാവില്ല അല്ലേ? അപ്പോൾ അതിൻ്റെ പകരം നമുക്ക് ഈ ജോങ് ടെയിൽ യൂസ് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മൾ ആവശ്യമുള്ള അത്ര എണ്ണ നമ്മൾ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് നമ്മളെ തലയോട്ടി മുടിയിലും ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റ് നേരമെങ്കിലും നമ്മളിത് തലയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ഇത് കഴുകി കളയുക. അങ്ങനെയാണ് ഇത് വേണ്ടത് കേട്ടോ. ഇത് നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ തലയിലുണ്ടാകുന്ന അലോപീസിയ, ശക്തമായ മുടി കൊഴിച്ചിൽ, കഷണ്ടി പോലുള്ളവയെ പ്രിവെൻറ്റ് ചെയ്യാതെ നന്നായിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ ഇത് നമ്മുടെ തലയിലെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂട്ടിയിട്ട് നമ്മൾക്ക് നല്ല മുടി ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. കൂടാതെ ഇത് 100% സേഫ് ആൻഡ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതിൽ ഒരു സിന്തറ്റിക് ഫ്രാഗ്രൻസും ചേർത്തിട്ടില്ല. പിന്നെ കൂടാതെ ഇത് സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ 100% നമുക്ക് വിശ്വാസമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ നമ്മൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ഇന്നുമോളുടെ കോളേജിലേക്കുള്ള പുറപ്പെട്ട് പോകലാണ് കേട്ടോ. അപ്പോൾ പെരിന്തൽമണ്ണ വിഷൻ അക്കാഡമിയിലാണ് ഇന്നുമോൾ പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ മീറ്റിംഗ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്യട്ടെ. കയറി വന്നപ്പോൾ സ്റ്റൈല് കയറി വന്നപ്പോൾ പൊട്ടിപ്പോയി. അതിൻ്റെ കൈ കോളേജിൽ തണുത്ത വെള്ളം പ്ലസ് ചൂടുവെള്ളം സാധാരണ നോർമൽ വാട്ടർ. അപ്പോൾ മറ്റേ ചെറിയ കുട്ടികളുണ്ടാവില്ലേ, നമ്മുടെ സ്കൂളിൽ പ്രത്യേകത കാണിച്ചാൽ വേണ്ടി വെള്ളം തണുത്ത വെള്ളം പ്ലസ് കോളേജിൽ പുതിയ പുതിയ സാധനം കാണിച്ചു കൊടുക്കുന്നത്. തണുത്ത വെള്ളം പ്ലസ് സാധാ വെള്ളം മിക്സ് ചെയ്ത് കിട്ടും. എന്നാൽ കോളേജിൽ വന്നിട്ട് സ്വന്തം തള്ളക്ക് ഇച്ചിരി വെള്ളം തന്നെ കൊടുക്കുന്നത്. വെള്ളം കുടിച്ചു മതിയായിക്ക് കുടി കൂടുതലാണ്. സോ ഗായ്സ്, മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കേക്കണ്ടായിട്ട് വെള്ളം കുടിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി ഗായ്സ്. ഇനി ഓട്ടോറിക്ഷ വിളിച്ച് ഞങ്ങൾ പോട്ടെ. അവരോട്ടം വരുന്നുണ്ടോ? ഇന്നുമോളുടെ 4th സെം എക്സാമാണ് വരാൻ പോണത് കേട്ടോ. അപ്പോൾ അതിൽ സപ്ലി കിട്ടാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് നമ്മളെ കോളേജിലേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചോളാം എന്നൊക്കെ ടീച്ചേഴ്സിനൊക്കെ വാക്ക് കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അവിടെ ഒരാൾ ഞങ്ങളെ വരവും കാത്തും നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.